നമുക്കിനി മീസോലിത്തിക് ഏജിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നോക്കാം. നമ്മുടെ പാലിയോലിത്തിക് ഏജ് കഴിഞ്ഞിട്ടുള്ള ഏജാണ് മീസോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ പാലിയോലിത്തിക് ഏജിനെക്കാട്ടി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ഏജ് ആണ് മീസോലിത്തിക് ഏജ് അല്ലെങ്കിൽ മധ്യശിലായുഗം എന്ന് പറയുന്നത്. ഈ ഒരു ഏജിലും ഹ്യൂമൻസ് കേവ്സിൽ തന്നെയായിരുന്നു ജീവിച്ചിരുന്നത്. അത് മാത്രമല്ല ഹ്യൂമൻസിൻ്റെ വെപ്പൺസ് എന്ന് പറയുന്നത് സ്റ്റോൺ കൊണ്ടുള്ളത് തന്നെയായിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്തൊരു ഡിഫറൻറ്റ്, അതായത് ഈ ഒരു ഏജിൽ ഒരു ഡിഫറൻസ് വന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഇവർ യൂസ് ചെയ്തിരുന്ന സ്റ്റോൺസ് എന്ന് പറയുന്നത് സ്മോൾ സ്റ്റോൺ ടൂൾസ് ആയിരുന്നു. അത് മാത്രമല്ല അവ ഷാർപ്പ് പോയിന്റ്സ് ഉള്ളതായിരുന്നു. അതായത് ഷാർപ്പ് പോയിന്റഡ് ആയിട്ടുള്ള സ്മോൾ സ്റ്റോൺ ടൂൾസ് ആയിരുന്നു ആ കാലഘട്ടങ്ങളിൽ, അതായത് മീസോലിത്തിക് ഏജിൽ ഹ്യൂമൻസ് വെപ്പണായിട്ട് യൂസ് ചെയ്തിരുന്നത്. ഇനി അതേപോലെ ഈ മീസോലിത്തിക് ഏജ് ആയപ്പോഴത്തേക്ക് ഹ്യൂമൻസ് ഒരുപാട് അനിമൽസിനെ ഹണ്ട് ചെയ്യാൻ തുടങ്ങി. സോ ഹണ്ടിങ് ബിക്കെയിം എക്സ്റ്റെൻസീവ്. ഓക്കെ, അപ്പോൾ ഹ്യൂമൻസിൻ്റെ ഇത്രയും എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഹണ്ടിങ് കാരണം മാമത്ത് പോലെ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന മാമത്ത് പോലത്തെ ഒരുപാട് അനിമൽസ് എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയി. എക്സ്റ്റിങ്ക്റ്റ് ആയി പോകാന്ന് പറഞ്ഞാൽ വംശനാശം വന്നു. എന്തുകൊണ്ടാണ്? ഈ ഹ്യൂമൻസിൻ്റെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഹണ്ടിങ് കാരണം. ഓക്കെ, ഇനി അതുപോലെ തന്നെ ആ ഒരു മീസോലിത്തിക് ഏജ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഹ്യൂമൻസ് പുതിയ ഫുഡ് സോഴ്സുകൾ കണ്ടെത്താൻ തുടങ്ങി. അതിന് എക്സാമ്പിളാണ് എഡിബിൾ ഗ്രാസ്, ഡോൾഫിൻ, ഓട്ടർ, വെയിൽ, ഫിഷസ്, ഇങ്ങനെയുള്ളതിനെയൊക്കെ ഹ്യൂമൻസ് ഫുഡായിട്ട് കാണാൻ തുടങ്ങി. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഈ ഒരു മീസോലിത്തിക് ഏജ് ആയപ്പോഴത്തേക്ക് ഹ്യൂമൻസിൻ്റെ ലൈഫിൽ ഒരുപാട് പ്രോഗ്രസ്സുകൾ വന്നു. അതൊക്കെ എന്താണെന്ന് നോക്കാം. അതായത് ഞാനിപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഈ മീസോലിത്തിക് ഏജ് ആയപ്പോഴത്തേക്ക് ഹണ്ടിങ് ആക്ടിവിറ്റി വളരെ എക്സ്റ്റെൻസീവായി. അത് മാത്രമല്ല ഹണ്ടിങ്ങിന് വേണ്ടി അവർ പുതിയ വെപ്പൺസ് യൂസ് ചെയ്യാൻ തുടങ്ങി. അതിന് എക്സാമ്പിളാണ് ബോ ആൻഡ് ആരോസ്. അവർ അമ്പും വില്ലും ഹണ്ടിങ്ങിന് യൂസ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ അമ്പും വില്ലും ഹണ്ടിങ്ങിന് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പം അവർക്ക് ഹണ്ടിങ് വളരെ ഈസിയായി. അതായത് എത്ര ദൂരത്തു നിന്ന് വേണമെങ്കിലും അവർക്ക് അനിമൽസിനെ ഹണ്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഒരു സ്കില്ല് അവർ ഈ ഒരു മീസോലിത്തിക് ഏജിൽ ഡെവലപ്പ് ചെയ്തു. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഈ ഒരു ടൈമിൽ മീസോലിത്തിക് ഏജ് ആയപ്പോഴത്തേക്ക് അവർ ഡോഗ്സിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് മനുഷ്യരുടെ ഒപ്പം തന്നെ ഡോഗ്സിനെയും അവർ വളർത്താൻ തുടങ്ങി. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും അനിമൽസ് ഇവരെ ആക്രമിക്കാൻ വരുമോ അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവാൻ തുടങ്ങുകയോ ചെയ്യുമ്പം ഈ ഡോഗ്സ് സിഗ്നൽസ് കൊടുക്കുമായിരുന്നു. ഇനി അതേപോലെ തന്നെ ഹ്യൂമൻസിനെ ഹണ്ടിങ്ങിലും ഈ ഡോഗ്സ് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഹ്യൂമൻസ് ഡോഗ്സിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇനി ഈ മീസോലിത്തിക് ഏജ് ആയപ്പോഴത്തേക്ക് ഹ്യൂമൻസ് ഒരു സെറ്റിൽഡ് ലൈഫ് തുടങ്ങി. അതായത് പാലിയോലിത്തിക് ഏജിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ഫുഡ് തേടി ഇങ്ങനെ പല സ്ഥലങ്ങളിൽ സഞ്ചരിക്കുമായിരുന്നു. ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് അവർ ഹണ്ട് ചെയ്ത് ഫുഡ് കിട്ടി, അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ അടുത്ത സ്ഥലത്ത് പോകും. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് അവരുടെ ഫുഡിനുള്ള സോഴ്സുകളെല്ലാം തീർന്നെന്ന് കഴിയുമ്പം അവർ അടുത്ത സ്ഥലത്ത് പോകും. അങ്ങനെ പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ചായിരുന്നു ഹ്യൂമൻസ് ജീവിച്ചിരുന്നത്. എന്നാൽ മീസോലിത്തിക് ഏജ് ആയപ്പോഴത്തേക്ക് അവരൊരു സെറ്റിൽഡ് ലൈഫ് തുടങ്ങി. അതായത് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ തന്നെ അവർ ലൈഫ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് തുടങ്ങി. ഇനി അതേപോലെ തന്നെ ഈ ഒരു മീസോലിത്തിക് ഏജ് ആയപ്പോഴത്തേക്ക് ഫുഡ്, ടൂൾസ്, ഓർണമെൻറ്റ്സ് പോലെയുള്ള മെറ്റീരിയൽസ് ഒക്കെ അവർ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങി. അതായത് അവിടെ ഒരു ചെറിയ ട്രേഡ് ആക്ടിവിറ്റീസൊക്കെ തുടങ്ങി. ഇപ്പോൾ ഒരാൾ ഓർണമെൻറ്റ് കൊടുത്താൽ അതിന് പകരമായിട്ട് മറ്റേ ആൾ ഫുഡ് കൊടുക്കും. ഇപ്പോൾ ഒരാൾ ഫുഡ് കൊടുത്താൽ അതിന് പകരമായിട്ട് മറ്റേ ആൾ ടൂൾസ് കൊടുക്കും. ഇങ്ങനെ ഒരു എക്സ്ചേഞ്ചിങ് ആക്ടിവിറ്റി അവർ ഡെവലപ്പ് ചെയ്തെടുത്തു. ഓക്കെ, ഇനി അതേപോലെ തന്നെ വാട്ടർ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി അവർ ലോഗ്സ് യൂസ് ചെയ്തു. അതായത് തടികൾ തമ്മിൽ കൂട്ടിക്കെട്ടി അവർ വാട്ടർ ട്രാൻസ്പോർട്ടേഷന് യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വാട്ടർ ട്രാൻസ്പോർട്ടേഷനും കുറേയൊക്കെ ഈസിയാക്കി ഈ ഒരു മീസോലിത്തിക് ഏജ് ആയപ്പോഴത്തേക്ക്. ഇനി നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഇന്ത്യയിൽ പാലിയോലിത്തിക് സൈറ്റ് ഉള്ളതുപോലെ തന്നെ മീസോലിത്തിക് സൈറ്റുകളും ഉണ്ട്. അതായത് മീസോലിത്തിക് ഏജുകൾ ആയിട്ട് ബന്ധപ്പെട്ടുള്ള എവിഡൻസുകൾ കിട്ടിയിട്ടുള്ള സൈറ്റുകൾ ഇന്ത്യയിലും ഉണ്ട്. അതിന് എക്സാമ്പിളാണ് രാജസ്ഥാനിലെ ബാഗറും മധ്യപ്രദേശിലെ അദാംഗാറും. അപ്പോൾ ഈ ബാഗറിൽ നിന്നും അദാംഗാറിൽ നിന്നും മീസോലിത്തിക് ഏജുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് എവിഡൻസുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീസോലിത്തിക് ഏജ് എന്താണെന്ന് ഇപ്പോൾ ക്ലിയർ ആയി അല്ലേ? അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ നിയോലിത്തിക് ഏജിനെ കുറിച്ച് നോക്കാം. നമ്മുടെ സ്റ്റോൺ ഏജിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാലഘട്ടമാണ് നിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നവീന ശിലായുഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നിയോലിത്തിക് ഏജിലും ഹ്യൂമൻസ് യൂസ് ചെയ്തിരുന്ന വെപ്പൺസ് എന്ന് പറയുന്നത് സ്റ്റോൺ കൊണ്ടുള്ള വെപ്പൺസ് തന്നെയായിരുന്നു. പിന്നെ ഇവിടെ ഒരു സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ അവർ യൂസ് ചെയ്തിരുന്ന ടൂൾസിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ദേ യൂസ്ഡ്
പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ്, അതായത് മിനുസപ്പെടുത്തിയ സ്റ്റോൺ ടൂൾസ് ആണ് അവർ ഈ നിയോലിത്തിക് ഏജിൽ യൂസ് ചെയ്തിരുന്നത്. ഇനി ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഏറ്റവും മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, അവർ കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത്. അതായത് ഹ്യൂമൻസ് കൃഷി ചെയ്യാനായിട്ട് ആരംഭിച്ചു. ഇവിടെ വന്ന ചേഞ്ച് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ മീസോലിത്തിക് ഏജിലും പാലിയോലിത്തിക് ഏജിലും ഒക്കെ അവരെങ്ങനെയായിരുന്നു, അവർ കാടുകളിൽ പോയിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഗ്യാദർ ചെയ്ത് കൊണ്ടുവരുന്നു, അതുപോലെ ഹണ്ട് ചെയ്ത് അനിമൽസിൻ്റെ ഫ്ലഷ് ഗ്യാദർ ചെയ്ത് കൊണ്ടുവരുന്നു, എന്നിട്ട് അതാണ് അവർ ഫുഡായിട്ട് യൂസ് ചെയ്തിരുന്നത്. എന്നാൽ ഇവിടെയോ ഈ നിയോലിത്തിക് ഏജ് ആയപ്പോഴത്തേക്ക് അവർ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ത്രൂ കൾട്ടിവേഷൻ, കൃഷി ചെയ്ത് അവർ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ഇനി എന്തെല്ലാം കാരണമായിരിക്കും ഇവരെ കൾട്ടിവേഷനിലോട്ട് ലീഡ് ചെയ്തത്, അതൊന്ന് നോക്കാം. അതായത് മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അവരുടെ പോപ്പുലേഷൻ ഗ്രോത്ത് ആണ്. അതായത് അവർ ഒരുപാട് പോപ്പുലേറ്റഡ് ആയി, അവരുടെ എണ്ണം ഒരുപാട് കൂടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുഡ് സ്കേഴ്സിറ്റി വന്നു. അതായത് ഫുഡിന് അവർക്ക് ക്ഷാമം വന്നു. ഇനി അത് മാത്രമല്ല, ഒരുപാട് എൻവയോൺമെൻറ്റൽ ചേഞ്ചുകളും വരാൻ തുടങ്ങി. ഇതുകൊണ്ടാണ് ഇവർ കൾട്ടിവേഷനിലോട്ട് തിരിയാൻ കാരണം. ഓക്കെ, ഇനി അതേപോലെ തന്നെ കൾട്ടിവേഷൻ മാത്രമല്ല, ഹ്യൂമൻസ് അനിമൽസിനെ വളർത്താനും തുടങ്ങി. അതായത് ഹ്യൂമൻസുമായിട്ട് ഇണങ്ങുന്ന അനിമൽസിനെ അവർ ഫുഡ് സോഴ്സിനായിട്ട് കൂട്ടത്തിൽ വളർത്താൻ തുടങ്ങി. അതായത് നമ്മുടെ പശു, കോഴി, ആട് ഇതിനെയൊക്കെ അവർ കൂട്ടത്തിൽ വളർത്താൻ തുടങ്ങി. ഇനി ഈ ഒരു അനിമൽസിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ കൾട്ടിവേഷനും ഒക്കെ ആയിട്ട് അവരൊരു സെറ്റിൽഡ് ലൈഫ് തുടങ്ങി. അതായത് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്നുകൊണ്ട് തന്നെ അവർ കൾട്ടിവേറ്റ് ചെയ്തും അതുപോലെ അനിമൽസിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തും ഒക്കെ അവരുടെ ലൈഫ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഈ ഒരു നിയോലിത്തിക് ഏജിൽ അവർ സ്റ്റാർട്ട് ചെയ്തു. ഇനി ഈ ഒരു ഏജിലെ മെയിൻ ക്രോപ്സ് എന്ന് പറയുന്നത് വീറ്റ്, ബാർലി, ജൂട്ട്, ട്യൂബേഴ്സ് എക്സെട്ര. ഇതൊക്കെയായിരുന്നു ഈ ഒരു ഏജിലെ, അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ അവർ കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്തിരുന്ന ക്രോപ്സ് എന്ന് പറയുന്നത്. വീറ്റ്, ഗോതമ്പ്, ബാർലി, ജൂട്ട്, ചണം, പിന്നെ ട്യൂബേഴ്സ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ, പാഡി, പ്ലാന്റെയിൻ, അതുപോലത്തെ ക്രോപ്സുകളൊക്കെ. ഓക്കെ, ഇനി നമ്മുടെ മീസോലിത്തിക് സൈറ്റ് ഇന്ത്യയിലുള്ളതുപോലെ, അതുപോലെ പാലിയോലിത്തിക് സൈറ്റ് ഇന്ത്യയിലുള്ളതുപോലെ തന്നെ നിയോലിത്തിക് സൈറ്റും ഇന്ത്യയിലുണ്ട്. അങ്ങനെ ഒരു നിയോലിത്തിക് സൈറ്റാണ് നമ്മുടെ എടക്കൽ കേവ് എന്ന് പറയുന്നത്. അപ്പം എടക്കൽ കേവിൽ നിന്ന് നമുക്ക് നിയോലിത്തിക് ഏജുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് എവിഡൻസുകൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ കേവ് പെയിൻറ്റിങ്സും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ നിയോലിത്തിക് ഏജ് ഈസി അല്ലേ? അപ്പോൾ നമ്മുടെ നിയോലിത്തിക് ഏജ് ആയപ്പോഴത്തേക്ക് ഹ്യൂമൻസിൻ്റെ ലൈഫ് ഒരുപാട് അഡ്വാൻസ്ഡ് ആയി. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് എന്തെല്ലാം ടൈപ്പ് ഓഫ് ഡെവലപ്മെൻറ്റ്സ് ആണ് ഉണ്ടായതെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വുഡൻ ഹാൻഡിൽഡ് സ്റ്റോൺ ആക്സസ് ആൻഡ് സിക്കിൾസ് വർ യൂസ്ഡ്. വുഡൻ ഹാൻഡിൽഡ് ആയിട്ടുള്ള സ്റ്റോൺ ആക്സുകളും അതുപോലെ സ്റ്റോൺ കൊണ്ടുള്ള സിക്കിൾസ്, അരിവാളുകളും ഒക്കെ അവരന്ന് യൂസ് ചെയ്തിരുന്നു. അതേപോലെ തന്നെ പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് ആണ് അവർ ഈ കാലഘട്ടത്തിൽ നിയോലിത്തിക് ഏജിൽ യൂസ് ചെയ്തിരുന്നത്. അത് പോളിഷ്ഡ് ആയിരുന്നു. അതുപോലെ ഷാർപ്പ് പോയിന്റഡ് ആയിട്ടുള്ള സ്റ്റോൺ ടൂൾസ് ആണ് അവർ നിയോലിത്തിക് ഏജിൽ യൂസ് ചെയ്തിരുന്നത്. ഇനി ഈ ഒരു കാലഘട്ടത്തിൽ അവർ ക്ലേ അല്ലെങ്കിൽ കളിമണ്ണ് കൊണ്ട് പോട്ട്സ് ഉണ്ടാക്കാനുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നു. അപ്പോൾ ഈ പോട്ട്സ് ഉണ്ടാക്കാനായിട്ട് അവർ യൂസ് ചെയ്തിരുന്നത് വുഡൻ വീൽസ് ആണ്. ഓക്കെ, അപ്പോൾ വുഡൻ വീൽസ് കൊണ്ട് ക്ലേ പോട്ട്സ് ഉണ്ടാക്കിയിരുന്നു ആ കാലഘട്ടത്തിൽ എന്നതിന് എവിഡൻസുകളൊക്കെ നമുക്ക് നിയോലിത്തിക് സൈറ്റുകളിൽ നിന്ന് അവൈലബിൾ ആണ്. ഓക്കെ, ഇനി അതേപോലെ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ഈസി ആക്കാൻ വേണ്ടി അവർ റാഫ്റ്റ്സ് യൂസ് ചെയ്തു. അതായത് ചങ്ങാടങ്ങൾ അവർ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പം ചങ്ങാടങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവരുടെ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ കുറച്ചുകൂടി ഈസിയായി. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഈ കാലഘട്ടങ്ങളിൽ അവർ ഓർണമെൻറ്റ്സ് യൂസ് ചെയ്തിരുന്നു. അപ്പോൾ ഓർണമെൻറ്റ്സ് ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടാക്കാനായിട്ട് അവർ യൂസ് ചെയ്തിരുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത് സ്റ്റോണ്, വുഡ്, ബോൺസ്. ഓക്കെ, അപ്പോൾ ബോൺ, വുഡ്, സ്റ്റോൺ പോലത്തെ മെറ്റീരിയൽസ് വെച്ചാണ് അവർ ഓർണമെൻറ്റ്സ് ഉണ്ടാക്കിയിരുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഏറ്റവും മെയിൻ ഫീച്ചറാണ് കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് അവർക്ക് ഒരുപാട് വെപ്പൺസ് ആവശ്യമായി വന്നു. അപ്പോൾ അതുവേണ്ടി അവർ യൂസ് ചെയ്തത് വുഡായിരുന്നു. അതായത് ഇപ്പോൾ പ്ലഷെയർ, സ്പെയ്ഡ് പോലത്തെ വെപ്പൺസൊക്കെ ഉണ്ടാക്കാനായിട്ട് അവർ മെയിനായിട്ട് യൂസ് ചെയ്തത് വുഡായിരുന്നു. തടി കൊണ്ടാണ് അവർ ഈ വെപ്പൺസ് ഉണ്ടാക്കിയിരുന്നത്. ഓക്കെ, ഇനി അതേപോലെ ഈ ഒരു കാലഘട്ടം ആയപ്പോഴത്തേക്ക് ഫിഷിംഗ് ആക്ടിവിറ്റി വളരെ എക്സ്റ്റെൻസീവായി. ഹ്യൂമൻസ് ധാരാളം ഫിഷ് ചെയ്യാനായിട്ട് തുടങ്ങി. അതിനുവേണ്ടി അവർ യൂസ് ചെയ്തിരുന്നത് ഹാർപൂൺസും ഫിഷിംഗ് ഹുക്സും ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഫിഷിംഗ് ഹുക്സും ഹാർപൂൺസും യൂസ് ചെയ്ത് ഹ്യൂമൻസ് എക്സ്റ്റെൻസീവായിട്ട് ഫിഷ് ചെയ്തു. ഓക്കെ, ഇനി അതേപോലെ നമ്മുടെ മീസോലിത്തിക് പാലിയോലിത്തിക് ഏജിലൊക്കെ ഹ്യൂമൻസ് ക്ലോത്ത്സ് ആയിട്ട് യൂസ് ചെയ്തിരുന്നത് അനിമൽസിൻ്റെ സ്കിൻ കൂട്ടി തയ്ച്ചതും അതുപോലെ തന്നെ
ട്രീയുടെ ബാർക്ക് കൂട്ടി തയ്ച്ചതും ഒക്കെയായിരുന്നു ക്ലോത്ത്സ് ആയിട്ട് യൂസ് ചെയ്തിരുന്നത്. എന്നാൽ നിയോലിത്തിക് ഏജ് ആയപ്പോഴത്തേക്ക് അവർ ജൂട്ട് ഫൈബേഴ്സ്, അതായത് ചണത്തിൻ്റെ നാര് കൊണ്ട് അവർ ക്ലോത്ത്സ് ഉണ്ടാക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് ആ മെറ്റീരിയൽ ഈ പിക്ചറിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ മെറ്റീരിയൽ അല്ലെങ്കിൽ ജൂട്ട് ഫൈബേഴ്സ് കൊണ്ടാണ് അവരന്ന് ക്ലോത്ത്സ് ഉണ്ടാക്കിയിരുന്നത്. എന്നിട്ട് അതാണ് അവർ യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, ഇനി അതേപോലെ നിയോലിത്തിക് ഏജിൽ സ്വിറ്റ്സർലാൻഡിൽ ഹ്യൂമൻസ് ഒരു ലേക്ക് വില്ലേജ് കൺസ്ട്രക്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ കൺസ്ട്രക്ഷന് വേണ്ടി അവർ ഉപയോഗിച്ചത് ലോഗ്സ്, തടികൾ, അനിമൽസിൻ്റെ സ്കിന്ന്, അതുപോലെ മഡ്, ഇങ്ങനത്തെ മെറ്റീരിയൽസ് ഒക്കെ വെച്ചാണ് അവർ ആ ലേക്ക് വില്ലേജ് ഉണ്ടാക്കിയിരുന്നത്. ഇന്ന് ആ ലേക്ക് വില്ലേജ് അവിടെ ഇല്ല, പക്ഷെ അങ്ങനെ ഒരു ലേക്ക് വില്ലേജ് കൺസ്ട്രക്ട് ചെയ്തിരുന്നു എന്നതിന് നമുക്കിന്ന് എവിഡൻസുകളൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി നിയോലിത്തിക് ഏജ് ആയപ്പോഴത്തേക്ക് ഹ്യൂമൻസിൻ്റെ ലൈഫ് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡായി. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഒരു സൈറ്റിൽ തന്നെ അവരുടെ ലൈഫ് കണ്ടിന്യൂ ചെയ്ത്, അല്ലെങ്കിൽ ഒരു ഏരിയയിൽ തന്നെ അവരുടെ ലൈഫ് കണ്ടിന്യൂ ചെയ്തപ്പോഴത്തേക്ക് അവർ ഒരുപാട് പോപ്പുലേറ്റഡ് ആവാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ പോപ്പുലേറ്റഡ് ആയപ്പോഴത്തേക്ക് അവർക്ക് ഫുഡ് സ്കേഴ്സിറ്റികൾ വന്നു തുടങ്ങി, അവർക്ക് കൾട്ടിവേഷൻ ബുദ്ധിമുട്ടായി തുടങ്ങി, ഡൊമസ്റ്റിക്കേഷൻ ബുദ്ധിമുട്ടായി തുടങ്ങി. ഇങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് അവർ ഒരുപാട് ദൂരങ്ങളിലേക്ക് മാറി താമസിക്കാനും അവിടെ ലൈഫ് സെറ്റിലാക്കാനും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ നിയോലിത്തിക് ഏജിലെ അഡ്വാൻസ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആണല്ലോ? നമ്മുടെ നിയോലിത്തിക് ഏജിനെയും കാട്ടി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഏജാണ് ചാൽക്കോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചാൽക്കോലിത്തിക് ഏജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ട്രാൻസിഷൻ പീരീഡ് ഫ്രം ദി സ്റ്റോൺ ഏജ് ടു ദി മെറ്റൽ ഏജ്. അതായത് സ്റ്റോൺ ഏജിൽ നിന്ന് മെറ്റൽ ഏജിലേക്കുള്ള ഒരു ട്രാൻസിഷൻ പീരീഡ് അല്ലെങ്കിൽ ഒരു ചേഞ്ചിങ് പീരീഡ് ആയിരുന്നു ചാൽക്കോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. ഈ ഒരു ഏജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ സ്റ്റോൺ ടൂൾസ് മാത്രമല്ല കോപ്പർ ടൂൾസും യൂസ് ചെയ്തിരുന്നു. അതായത് കോപ്പർ കൊണ്ടുള്ള ടൂൾസും അവർ ഉണ്ടാക്കാൻ തുടങ്ങി. അതുകൂടാതെ സ്റ്റോൺ ടൂൾസും കോപ്പർ ടൂൾസും യൂസ് ചെയ്യാനും അവർ ഈ ഒരു ഏജിൽ തുടങ്ങിയിരുന്നു. ഇനി അതേപോലെ തന്നെ ഈ ഒരു ഏജ് ആയപ്പോഴത്തേക്ക് അവർ കേവ്സിലൊന്നും അല്ല താമസിച്ചിരുന്നത്. ഈ ഒരു ചാൽക്കോലിത്തിക് ഏജ് ഒക്കെ ആയപ്പോഴത്തേക്ക് അവർ ഹട്ടുകൾ, അതായത് കുടിലുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. അതായത് മഡ് ബ്രിക്സ്, അതായത് മൺകട്ടകൾ കൊണ്ട് കുടിലുകൾ ഉണ്ടാക്കാനും അതിൽ താമസിക്കാനും ഒക്കെ ഹ്യൂമൻസ് സ്റ്റാർട്ട് ചെയ്തു. ഇനി ഈ ഒരു ഏജിൽ അവർ ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്ത ക്രോപ്പ് എന്ന് പറയുന്നത് വീറ്റും ബാർലിയും ഒക്കെയാണ്. അപ്പോൾ ചാൽക്കോലിത്തിക് ഏജ് ക്ലിയർ ആണല്ലേ? അപ്പം നമ്മുടെ സ്റ്റോൺ ഏജിൻ്റെ കുറേ ഫീച്ചേഴ്സുകൾ നമ്മൾ കണ്ടു. അപ്പം നമ്മൾ പഠിച്ചതൊക്കെ ഒന്നുകൂടി ഒന്ന് ഓർത്തെടുക്കാനായിട്ട് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷൻസും ഒക്കെ ഒന്ന് നോക്കാം. സോ വാട്ട് ഈസ് സ്റ്റോൺ ഏജ്? എന്താണ് ശിലായുഗം? The age in which man used stone tools and weapons is known as Stone Age. ഹ്യൂമൻസ് സ്റ്റോൺ ടൂൾസും വെപ്പൺസും ഒക്കെ യൂസ് ചെയ്തിരുന്ന ആ കാലഘട്ടത്തെയാണ് നമ്മൾ സ്റ്റോൺ ഏജ് അല്ലെങ്കിൽ ശിലായുഗം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് നിയോലിത്തിക് ഏജ്? നിയോലിത്തിക് ഏജിൻ്റെ കുറേ ഫീച്ചേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ? അപ്പോൾ ആ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ എന്താ? ബിഗാൻ ടു യൂസ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ്. മിനുസപ്പെടുത്തിയ സ്റ്റോൺ ടൂൾസ് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. അതേപോലെ തന്നെ ബിഗിനിങ് ഓഫ് കൾട്ടിവേഷൻ. ഇതാണല്ലേ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്. ബിഗിനിങ് ഓഫ് കൾട്ടിവേഷൻ, കൃഷികൾ അവർ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇനി മാൻ ബിഗാൻ ടു സെറ്റിൽ ഡൗൺ ഇൻ റിവർ വാലീസ്. അതായത് റിവർ വാലീസിലൊക്കെ ഹ്യൂമൻസ് സെറ്റിൽഡ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തു. അതിന് കാരണം എന്താ? അവർ ഫുഡ് ഗ്യാദറിങ്ങിൽ നിന്ന് ഫുഡ് പ്രൊഡക്ഷനിലോട്ട് ചേഞ്ച് ആയി. അതുകൊണ്ട് തന്നെ അവർ ഒരു സെറ്റിൽഡ് ലൈഫ് ബിഗാൻ ചെയ്തു. ഇനി അത് മാത്രമല്ല, കൾട്ടിവേഷൻ മാത്രമാണ് ഉണ്ടായിരുന്നത് അവിടെ അല്ല, ദേ ബിഗാൻ ടു റെയർ അനിമൽസ്. അനിമൽസിനെ വളർത്താനും അവർ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഇതൊക്കെയാണ് നിയോലിത്തിക് ഏജിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് വൺ ബിഗാൻ ടു യൂസ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾ, സെക്കൻഡ് വൺ ബിഗിനിങ് ഓഫ് കൾട്ടിവേഷൻ. അതിൻ്റെ അകത്ത് മെയിൻ ചേഞ്ച് എന്ന് പറയുന്നത് ചേഞ്ച് ഫ്രം ഫുഡ് ഗ്യാദറിംഗ് ടു ഫുഡ് പ്രൊഡക്ഷൻ. പിന്നെ മാൻ ബിഗാൻ ടു സെറ്റിൽ ഡൗൺ ഇൻ റിവർ വാലീസ്. അതേപോലെ തന്നെ ബിഗാൻ ടു റെയർ അനിമൽസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് സം സ്കിൽസ് ഡെവലപ്ഡ് ബൈ പാലിയോലിത്തിക് മാൻ. പാലിയോലിത്തിക് ഹ്യൂമൻസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തിരുന്ന കുറച്ച് സ്കില്ലുകൾ ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയായിരുന്നു? സ്റ്റോൺ സ്റ്റാച്യൂസ് വെർ മെയ്ഡ്. അതായത് കല്ലുകളിൽ അവർ പ്രതിമകളെ കൊത്തി ഉണ്ടാക്കുമായിരുന്നു. ഇനി അതുപോലെ പിക്ചേഴ്സ് വെർ ഡ്രോൺ ഓൺ ദി ബോൺസ് ആൻഡ് ഹോൺസ് ഓഫ് അനിമൽസ് ആൻഡ് ഓൺ കേവ്സ് ആൻഡ് റോക്സ്. കേവ്സിലും റോക്സിലും അനിമൽസിൻ്റെ ബോൺസിലും ഹോൺസിലും ഒക്കെ അവർ പിക്ചേഴ്സ് വരച്ചിരുന്നു. ഇനി അതേപോലെ തന്നെ ഹ്യൂമൻ ഫിഗേഴ്സ് വെർ മോൾഡഡ് ഫ്രം ക്ലേ.
കളിമണ്ണ് കൊണ്ട് ഹ്യൂമൻസിൻ്റെ ഫിഗേഴ്സും സ്ട്രക്ചേഴ്സും ഒക്കെ അവർ ഉണ്ടാക്കാനുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഓർണമെൻറ്റ്സ് ഓഫ് ഐവറി ബോൺസ് ആൻഡ് ഷെൽസ് വെർ മെയ്ഡ്. അതായത് ഐവറി ആനിമൽസിൻ്റെ കൊമ്പുകൾ, അതുപോലെ ബോൺസ്, ഷെൽസ് കൊണ്ടൊക്കെ അവർ ഓർണമെൻറ്റ്സ് ഉണ്ടാക്കിയിരുന്നു. അതേപോലെ തന്നെ ബാർക്ക് ഫൈബർ കൊണ്ട് അവർ വെസൽസ് ഉണ്ടാക്കിയിരുന്നു. പിന്നെ എന്തൊക്കെയായിരുന്നു? ബോൺസ്, അനിമൽസിൻ്റെ ബോൺസ് കൊണ്ട് അവർ ഫ്ലൂട്ട് ഉണ്ടാക്കി. ഓക്കെ, ഇതൊക്കെയായിരുന്നു ആ സമയങ്ങളിൽ അവർ ഡെവലപ്പ് ചെയ്തിരുന്ന സ്കിൽസ് എന്ന് പറയുന്നത്. ഇനി വാട്ട് ഇൻഫർമേഷൻ ഡു യു ഗെറ്റ് ഫ്രം ദിസ് പിക്ചർ ഷോൺ ബിലോ? ഈ താഴെ കൊടുത്തിരിക്കുന്ന പിക്ചറിൽ നിന്ന് എന്ത് ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന്. നിങ്ങൾക്ക് ആ പിക്ചർ ശ്രദ്ധിച്ചറിയാം, അത് ഹ്യൂമൻസ് എല്ലാം കൂടെ ഒരുമിച്ചുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റിയുടെ ഒരു പിക്ചർ പോലെയാണ് ആ ഒരു പെയിൻറ്റിങ് കാണിക്കുന്നത്. അത് ചിലപ്പം ഡാൻസിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ഗെയിം ആയിരിക്കാം. ഇതൊക്കെയാണ് ആ പിക്ചർ ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. ദ ഏർലി ഹ്യൂമൻസ് കളക്റ്റീവ്ലി യൂസ് ടു എൻഗേജ് ഇൻ റിക്രിയേഷണൽ ആക്ടിവിറ്റീസ്. റിക്രിയേഷണൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസിലൊക്കെ ഹ്യൂമൻസ് ആദ്യ കാലഘട്ടങ്ങളിലും എൻഗേജ്ഡ് ആയിരുന്നു. അതെന്തൊക്കെയാവാം? ഡാൻസ് ആവാം, ഗെയിംസ് ആവാം, അങ്ങനെ പല ടൈപ്പ് ഓഫ് റിക്രിയേഷണൽ ആക്ടിവിറ്റീസ് അന്നും നിലനിന്നിരുന്നു. ഓക്കെ, ഇനി അതുപോലെ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് നിയോലിത്തിക് മാൻ ടു കൾട്ടിവേഷൻ? നിയോലിത്തിക്കിൽ ഹ്യൂമൻസിനെ അല്ലെങ്കിൽ നിയോലിത്തിക് ഏജിൽ ഹ്യൂമൻസിനെ കൾട്ടിവേഷനിലോട്ട് ലീഡ് ചെയ്ത മെയിൻ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദ്യം, അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു എന്നതാണ് ചോദ്യം. ഫസ്റ്റ് വൺ എന്തായിരുന്നു? എൻവയോൺമെൻറ്റൽ ചേഞ്ചസ്. ഒരുപാട് എൻവയോൺമെൻറ്റൽ ചേഞ്ചസ് ആ കാലഘട്ടത്തിൽ വന്നു. അതേപോലെ സ്കേഴ്സിറ്റി ഓഫ് ഫുഡ്, ഫുഡിന് ക്ഷാമം വന്നു. അതുപോലെ പോപ്പുലേഷൻ ഗ്രോത്ത്, അവർ എണ്ണത്തിൽ ഒരുപാട് കൂടി. ഇങ്ങനെയുള്ള 3 മെയിൻ ഫാക്ടേഴ്സാണ് അവരെ മെയിനായിട്ട് കൾട്ടിവേഷനിലോട്ട് ലീഡ് ചെയ്തത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ഓക്കെ.